എന്തായാലും വല്ലാത്ത തിരിച്ചടിയായിപ്പോയി. കോടതിയിൽ ഐശ്വര്യടുത്ത് വിജയിച്ചതിലോ തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നതിലോ അല്ല എനിക്ക് വിഷമം. പക്ഷേ ശ്യാമ പറഞ്ഞ വാക്കാ പ്രശ്നമായ, അതും സാക്ഷാൽ കണ്ണന്റെ മുമ്പിൽ വെച്ച് സത്യം ചെയ്തു. അതോർക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. ഇനി ആ വാക്ക് എങ്ങനെയാ പാലിക്കാൻ പറ്റുന്നത്? ഇനി ഐശ്വര്യടുത്ത് ഡിവോഴ്സിന് സമ്മതിക്കോ? അരുണേട്ടനെ മോചിപ്പിക്കോ? ഒരിക്കലുമില്ല. അങ്ങനെയൊന്നും ആലോചിക്കാതെ ചാടിക്കേറി കൃഷ്ണന് മുമ്പിൽ വെച്ച് ശ്യാമ സത്യം ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഐശ്വര്യടുത്തേക്ക് ഇനി ശ്യാമയോട് വാശി കൂടി വരികയുള്ളൂ. ശ്യാമയുടെ ജീവൻ എന്ന് പറയുന്നത് തന്നെ സാക്ഷാൽ കണ്ണന. അപ്പൊ ആ വാക്ക് പാലിക്കാൻ പറ്റാതെ താൻ വിഷമിക്കുന്നത് അതോർക്കുമ്പോ എനിക്കും സഹിക്കാൻ കഴിയുന്നില്ല. സാർ അതോർത്ത് ടെൻഷൻ ആവല്ലേ. സാർ പറഞ്ഞില്ലേ ശ്യാമയുടെ ജീവനാ കൃഷ്ണനെന്ന്? അത് സത്യ. എന്റെ ഉണ്ണിക്കണ്ണൻ എന്റെ പ്രാണനാ. ഉണ്ണിക്കണ്ണനില്ലെങ്കിൽ പിന്നെ ഞാനും ഇല്ല. ഞാൻ കണ്ണന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. എന്റെ കണ്ണൻ അവന്റെ ശ്യാമയെ കൈവിടില്ല, ഒരിക്കലും കൈവിടില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കണ്ണന്റെ മുമ്പിൽ വെച്ച് ചെയ്ത ആ സത്യം അതെങ്ങനെയായാലും നടക്കും. ഒടുവിൽ ഡിവോഴ്സ് നടക്കുകയും ചെയ്യും. അരുണേട്ട സ്വതന്ത്രനാവുകയും ചെയ്യും. ഞാൻ ഇനി വെറുതെ ഇരിക്കില്ല സർ. വിജയം വരെ പോരാടും. ഒടുവിൽ അശ്വതി ചേച്ചിയും അരുണേട്ടനും ശ്രീകുട്ടിയെ ഒരുമിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കും. നമ്മളത് കാണും. എല്ലാത്തിനും എന്റെ കണ്ണൻ എന്നോടൊപ്പം ഉണ്ടാവും. ഒരു കാര്യം ഉറപ്പാ, ഒടുവിൽ സത്യം ജയിക്കും. സത്യമേ ജയിക്കും. അതാ സാക്ഷാൽ കൃഷ്ണൻ ലോകത്തെ പഠിപ്പിച്ച പാഠം. സാർ ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ ജോലി ഞങ്ങളെ തേടി വരുന്ന കക്ഷികൾക്ക് വേണ്ടി കോടതിയിൽ കേസ് നടത്തുക എന്നുള്ളതാണ്. വരുന്ന കക്ഷികൾ ആരായാലും അവരെ കേസ് ജയിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷേ അരുണിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ആശങ്കയുണ്ട്. ഞാൻ അരുണിനോട് പലപ്പോഴും ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. സ്വന്തം ഭാര്യയുടെ ടോർച്ചറിങ് അരുൺ അനുഭവിച്ചതെല്ലാം ഓർക്കുമ്പോൾ അരുണിന് കറക്റ്റ് നീതി കിട്ടേണ്ടതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടെ ഇപ്പോൾ എല്ലാം തിരിച്ചാ സംഭവിക്കുന്നത്. നിയമത്തിന് മുൻപിൽ അരുൺ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അശ്വതിയും ശ്രീകുട്ടിയും അരുണിനൊപ്പം വീട്ടിൽ നിൽക്കുന്നതാ ഇപ്പൊ പ്രശ്നം. അല്ലാതെ വേറെ നിവൃത്തിയില്ല സാർ. എല്ലാ കാര്യങ്ങളും ഞാൻ മുമ്പേ പറഞ്ഞല്ലേ. ആ ജയേഷ് എന്തിനും തയ്യാറായി പുറത്തുണ്ട്. കാര്യമൊക്കെ ശരിയാ. എന്തൊക്കെ പറഞ്ഞാലും ഇക്കാര്യം ഐശ്വര്യ ശക്തമായ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധ്യത കൂടുതലാണ്. അത് നമുക്ക് ദോഷമായിട്ടേ വരുള്ളൂ. വിവാഹം കഴിച്ചുകൊണ്ടുവന്ന ഭാര്യയെ ചീറ്റ് ചെയ്തതിന് അരുണ് ചിലപ്പോൾ റിമാൻഡിലും ആവും. അതിനിപ്പോൾ ടെൻഷനൊന്നും വേണ്ട. വരാൻ പോകുന്നൊരു പോസിബിലിറ്റി ഞാൻ മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഡിവോഴ്സിന് കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. ഈ പ്രശ്നത്തിൽ നിന്ന് അരുണേട്ടനെ രക്ഷപ്പെടുത്താൻ വേറൊരു മാർഗമില്ലേ സർ? ഒരു വഴിയുണ്ട്. വാദിയും പ്രതിയും, അതായത് അരുണും ഐശ്വര്യയും ഉൾപ്പെട്ട ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കണം. ഐശ്വര്യയുടെ സമ്മതത്തോടെയാണല്ലോ ജോയിന്റ് പെറ്റീഷൻ ഒപ്പിടുന്നത്. അപ്പോ ഞാൻ മുൻപ് പറഞ്ഞ പ്രശ്നം ഐശ്വര്യ കോടതിയിൽ പറയാനുള്ള സാധ്യത കുറവാണ്. ഞാൻ നോക്കിയിട്ട് അതേ ഒരു മാർഗം കാണുന്നുള്ളൂ. പക്ഷേ സാർ, എന്തു വന്നാലും ഐശ്വര്യ ഇതിനെ സമ്മതിക്കില്ല. ഐശ്വര്യ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടില്ല.
ഐശ്വര്യയെ കൊണ്ട് എങ്ങനെയും ഒപ്പിടിക്കണം. അതാ നമ്മുടെ മിടുക്ക്. അത് പറ്റുന്ന രീതിയിൽ ശ്രമിച്ചു നോക്കൂ. എന്നാൽ ഡിവോഴ്സ് പെറ്റീഷൻ ഉടനെ തന്നെ കൊടുക്കാം. ശരി സർ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശ്യാമ, അതെങ്ങനെ? എങ്ങനെയാ അത് നടത്തണം അരുണേട്ടാ? അല്ലാതെ ഏട്ടനും അശ്വതീച്ചി ശ്രീകുട്ടിയെല്ലാം എന്നും ഇങ്ങനെ ദുഃഖിച്ചു കഴിഞ്ഞാൽ മതിയോ? പോരല്ലോ. ശ്യാമ പറഞ്ഞതാ കറക്റ്റ്. നമുക്ക് ട്രൈ ചെയ്യാം. ആത്മാർത്ഥമായി തന്നെ ശ്രമിക്കാം. ഇത് നമ്മുടെ ആവശ്യമല്ലേ. ഒടുവിൽ അത് നടക്കും. ആ അതെ സർ, എനിക്ക് സാക്ഷാൽ കണ്ണനൊപ്പമുണ്ട്. ഒടുവിൽ നമ്മൾ വിജയിക്കും. ഞാൻ ഐശ്വര്യത്തിൽ നിന്ന് സൈൻ മേടിച്ചിരിക്കും. എന്താ മമ്മി വല്ലാതിരിക്കുന്നേ? എന്നെ ഓർത്താണോ? എനിക്ക് ആനന്ദ നിലയത്തിൽ ഒരു പ്രശ്നവുമില്ല. എല്ലാരെയും ഞാനൊരു അറ്റത്ത് നിന്ന് ഒതുക്കി കൊണ്ടുവരിക. അതല്ല മോളെ, ജേഷ്. ജയേഷോ ഇവിടെ ഉണ്ടായിരുന്നോ? കണ്ടത് ഭാഗ്യമായി. ശ്യാമ ഒതുക്കാനുള്ള പുതിയ വഴി നമുക്ക് ഒരുമിച്ച് ആലോചിക്കാം. പുതിയ വഴിയൊക്കെ ആലോചിക്കാം. അതിനുമുമ്പ് കിട്ടാനുള്ള ക്യാഷ് കിട്ടണം. എന്ത് ക്യാഷ്? എല്ലാം ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? മോളെ, ആ ഷാർപ്പ് ഷൂട്ടർക്ക് കൊടുക്കാനുള്ള 10 ലക്ഷം രൂപ, പിന്നെ കോടതിയിൽ കള്ളസാക്ഷി പറഞ്ഞ ആ വർക്ക്ഷോപ്പ് പയ്യന് കൊടുക്കാനുള്ള 20 ലക്ഷം രൂപ. അതിപ്പോ കിട്ടണമെന്നാ ജയേഷ് പറയുന്നേ. ആ വർക്ക്ഷോപ്പുകാരന് കൊടുക്കാനുള്ള 20 ലക്ഷം രൂപ ശരിയാ. പക്ഷേ ആ ഷാർപ്പ് ഷൂട്ടർ ശ്യാമയെ കൊന്നില്ലല്ലോ. പിന്നെന്തിനാ 10 ലക്ഷം രൂപ കൊടുക്കുന്നേ? ദേ, സംഗതി ശരിയാ. പക്ഷേ ഞാൻ ആളോട് ഒരുപാട് സംസാരിച്ചു. അയാൾ ഒതുങ്ങുന്ന മട്ടില്ല. എന്തായാലും അയാള് പറയുന്നത് ന്യായമായ കാര്യമല്ലല്ലോ. ന്യായമുള്ള കാര്യം ചെയ്യാനാണോ നമ്മൾ ആ ഷാർപ്പ് ഷൂട്ടറെ വിളിച്ചത്? ശ്യാമയെ കൊല്ലാനല്ലേ? അപ്പോ അയാള് പറയുന്നത് നമ്മളും കേൾക്കണം. ആയിക്കോട്ടെ, രൂപ കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത്ര പെട്ടെന്ന് 30 ലക്ഷം രൂപ ഞാൻ എവിടെ സംഘടിപ്പിക്കാനാ? ദേ, അതൊന്നും എനിക്കറിയില്ല. ദേ ഐശ്വര്യ, എന്തായാലും രൂപ ഉടനെ കൊടുക്കണം. കേസ് തീർന്നെന്ന് കരുതരുത്. ഇല്ലെങ്കിലേ ആ വർക്ക്ഷോപ്പ് പയ്യൻ പോലീസിനോട് ഇനിയും മൊഴി മാറ്റി പറയും. കേസ് ഐശ്വര്യക്കെതിരാവും. ദേ, ഇപ്പോ നമ്മൾ തമ്മില് നല്ലൊരു സൗഹൃദത്തിലാ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ പേരിൽ ആ സൗഹൃദം നഷ്ടപ്പെടുത്തിയ പിന്നെ ഞാൻ എന്റെ യഥാർത്ഥ സ്വഭാവം എടുക്കും. സൂക്ഷിച്ചോ. നീ ഇത്ര ടെൻഷൻ ആവുന്ന എന്തിനാ മോളെ? മമ്മി, പെട്ടെന്ന് 30 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് സംഘടിപ്പിക്കാനാ? അത് മറ്റെവിടുന്ന് കിട്ടാനാ? ആനന്ദ നിലയത്തിന്നു. അവിടുന്ന് നീ സംഘടിപ്പിക്കണം. അതെങ്ങനെ? അതിനുള്ള ബുദ്ധിയൊക്കെ നിനക്കുണ്ട്. എനിക്കും ഒരു 20 ലക്ഷത്തിന്റെ ആവശ്യമുണ്ട്. ആകെ 50 ലക്ഷം രൂപ. നീ ആലോചിക്കും, വഴി കാണും. അമ്മേ, ഞാൻ പിടിക്കാം. വേണ്ട മോളെ, എനിക്ക് നടക്കാൻ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു പനി. മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. എന്നാ അമ്മ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി കഞ്ഞി എടുത്തിട്ട് വരാം. നീ ഇവിടെ ഇരിക്ക. ഞാൻ കുറച്ച് സമയം നീ ഇരുന്നോട്ടെ. എന്നിട്ട് ഞാൻ തന്നെ എടുത്ത് കുടിച്ചോളാം. ഞാൻ എടുത്തു തരാമേ, എനിക്ക് പറ്റും. വേണ്ട, കുറച്ച് സമയം മോള് എന്റെ അടുത്ത് തന്നെ ഇരിക്ക. ഞാൻ എടുത്തിട്ട് വരാമേ. ഇരിക്കും മോളെ. മുത്തശ്ശി കഞ്ഞിയായിട്ട് വന്നല്ലോ. നീ എവിടെ ഇരിക്കേ, എന്നിട്ട് ചൂട് പോകുന്നതിന് മുമ്പ് ഈ കഞ്ഞി അങ്ങ് കുടിച്ചേ.
നിനക്ക് പനിയാണെന്ന് ശ്രീകുട്ടി പറഞ്ഞു. അതാ കഞ്ഞിയുണ്ടാക്കിയേ, എടുത്തു കുടിക്ക. എന്താ നീ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ? ഇപ്പൊ നീ എനിക്ക് എന്റെ ശ്യാമയുടെയും അമൃതയുടെയും സ്ഥാനത്ത് തന്നെയാ. ഇനി എന്തു വന്നാലും ശരി, എന്റെ മോളെ വിട്ടുകളയില്ല ഞാൻ. പരസ്പരം സ്നേഹിക്കുന്നവരാ ജീവിതത്തിൽ ഒന്നു ചേരേണ്ടത്. ആ സത്യം എനിക്കിപ്പോ മനസ്സിലായി. എന്റെ അരുണിന്റെ ജീവിതത്തിലെ ഇനി എന്നും വേണ്ടത് നീയാ. അത് ഞാൻ ഉറപ്പിച്ചു. മുത്തശ്ശി, അപ്പൊ എന്റെ അമ്മയും അരുണങ്കളിനെയും കല്യാണം കഴിപ്പിക്കാൻ പോവാണോ മുത്തശ്ശി? എന്നെ ഞാനിത് മുത്തശ്ശിയോട് പറയാനിരുന്നതാ. അരുണങ്കളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ. അമ്മയുടെ അരുണങ്കളുടെ വിവാഹം എവിടെ വെച്ചാ മുത്തശ്ശി നടത്തുന്നേ? ക്ഷേത്രത്തിൽ വെച്ചാ? വരട്ടെ, അതിന് ഇനിയും സമയമുണ്ടല്ലോ. നമുക്ക് അപ്പ ആലോചിക്കാം. ഇവളെ പോലെ എന്റെ അരുണിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ പിന്നെ എന്റെ അരുണിന്റെ ജീവിതത്തെ പറ്റി എനിക്ക് ഒട്ടും പേടിയില്ല. അപ്പൊ താമസിയാതൊരു കല്യാണ സദ്യക്ക് സാധ്യതയുണ്ട് അല്ലേ അമൃത? കല്യാണം എന്തായാലും കേമാക്കണം. എല്ലാം ശുഭമായി തീരണമെങ്കിൽ ചില കടമ്പകളില്ലേ ഐശ്വര്യ? എത്രയും വേഗം ആ ഡിവോഴ്സ് നേടിയെടുക്കണം. ശരി അമ്മേ, അക്കാര്യം എന്റെ കണ്ണനെ സാക്ഷി നിർത്തി ഞാൻ ഏറ്റതാ. നീ എന്തിനു വേദന കൂട്ടുപിടിക്കുന്നത്? നിന്റെ കൃഷ്ണനെ അല്ലേ? എന്നിട്ട് എവിടെടി നിന്റെ കണ്ണൻ? എവിടെ? ദേ, എന്റെ വിശ്വാസത്തെ തൊട്ട് കളിക്കരുത്. നിന്റെ കണ്ണന്റെ ശക്തി ഞാനും ഒന്ന് കാണട്ടെ. വെല്ലുവിളിക്കാണോ? അതേടി, ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. നീയും നിന്റെ കൃഷ്ണനും കൂടി എന്നെ അങ്ങ് തോൽപ്പിക്കേ. എങ്കിൽ കേട്ടോ, എന്റെ കണ്ണനെ സാക്ഷി നിർത്തി ഞാൻ പറയാം, ഈ കേസല്ല, അരുണേട്ടനുമായിട്ടുള്ള ഡിവോഴ്സ് കേസിൽ ഞാൻ നിങ്ങളെ തോൽപ്പിക്കും. ക്ഷമേ, ഐശ്വര്യ ഡിവോഴ്സിൽ ഒപ്പിടില്ല. ആര് വിചാരിച്ചാലും അതിന് കഴിയില്ല. അരുണേട്ടാ, എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ കണ്ണൻ എന്നെ ചതിക്കില്ല, എന്റെ ഒപ്പം നിൽക്കും. ഒടുവിൽ നമ്മൾ വിജയിക്കും, നോക്കിക്കോ. ശ്യാമേ, എന്തിവിടെ ഒറ്റയ്ക്ക് വന്നിരുന്ന് ആലോചിക്കുന്നേ? വാ. അശ്വതീശയുടെയും ശ്രീകുട്ടിയുടെയും പിന്നെ ഇവിടെയുള്ള എല്ലാവരുടെയും ഇപ്പോഴുള്ള സന്തോഷം അതിനി ഈ വീട്ടിലുണ്ടാവണം. അതിനെന്താ മാർഗമെന്ന് ഞാൻ ആലോചിക്കുക. അതിനൊരു വഴിയേ ഉള്ളൂ. ആ ഡിവോഴ്സ് പെറ്റീഷനിൽ ഐശ്വര്യ ഒപ്പിടണം. അതെടുത്തേ, അതിനുള്ള വഴിയാണ് ഞാൻ ആലോചിക്കുന്നത്. വെറുതെ നമുക്ക് ആലോചിക്കാൻ ആഗ്രഹിക്കാൻ ചെയ്യാന്നേ ഉള്ളൂ ശ്യാമേ. ഐശ്വര്യയുടെ സ്വഭാവം അറിയാലോ. ആര് വിചാരിച്ചാലും ഐശ്വര്യ ഡിവോഴ്സിൽ ഒപ്പിടില്ല. ഒപ്പിടാതെ പറ്റില്ലല്ലോ, എങ്ങനെയെങ്കിലും അത് നടത്തണം. പക്ഷെ എങ്ങനെ? എന്റെ ഭഗവാൻ അതിന് വഴിയുണ്ടാക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നടന്നു കിട്ടിയാ കൊള്ളാം.
പുതിയ വഴിയൊക്കെ ആലോചിക്കാം. അതിനുമുമ്പ് കിട്ടാനുള്ള ക്യാഷ് കിട്ടണം. ഏ? എന്ത് ക്യാഷ്? ആ ഷാർപ്പ് ഷൂട്ടർക്ക് കൊടുക്കാനുള്ള 10 ലക്ഷം രൂപ. പിന്നെ കോടതിയിൽ കള്ളസാക്ഷി പറഞ്ഞ ആ വർക്ക്ഷോപ്പ് പയ്യന് കൊടുക്കാനുള്ള 20 ലക്ഷം രൂപ. അതിപ്പോ കിട്ടണമെന്നാ ജയേഷ് പറയുന്നേ. പക്ഷെ ഇത്ര പെട്ടെന്ന് 30 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് സംഘടിപ്പിക്കാനാ? ദേ അതൊന്നും എനിക്കറിയില്ല. ഐശ്വര്യ, എന്തായാലും രൂപ ഉടനെ കൊടുക്കണം. കേസ് തീർന്നെന്ന് കരുതരുത്. ഇല്ലെങ്കിലേ ആ വർക്ക്ഷോപ്പ് പയ്യൻ പോലീസിനോട് ഇനിയും മൊഴി മാറ്റി പറയും. കേസ് ഐശ്വര്യക്കെതിരാവും. മമ്മി, പെട്ടെന്ന് 30 ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് സംഘടിപ്പിക്കാനാ? അത് മറ്റെവിടുന്ന് കിട്ടാനാ? ആനന്ദ നിലയത്തിന്നു. അവിടുന്ന് നീ സംഘടിപ്പിക്കണം. അതെങ്ങനെ? അതിനുള്ള ബുദ്ധിയൊക്കെ നിനക്കുണ്ട്. എനിക്ക് ഒരു 20 ലക്ഷത്തിന്റെ ആവശ്യമുണ്ട്. ആകെ 50 ലക്ഷം രൂപ. നീ ആലോചിക്കും, വഴി കാണും. ഇതാണ് പറ്റിയ സന്ദർഭം. ശ്യാമയെ സൂപ്പിടാം. കരഞ്ഞു പറഞ്ഞ അവളുടെ മനസ്സലിയും. എങ്ങനെയെങ്കിലും 50 ലക്ഷം രൂപ സംഘടിപ്പിച്ചേ പറ്റൂ. എന്റെ ശ്യാമയെ, നിന്നെ ഞാൻ എവിടെയെല്ലാം നോക്കി. നീ ഇവിടെ വന്നിരിക്ക. ഈ വീട്ടില് ആകെ എന്നോട് സ്നേഹമുള്ളത് നിനക്കാ. ദേ, അന്ന് ഞാൻ ക്യാഷിന് വേണ്ടി അത്രയ്ക്ക് ബുദ്ധിമുട്ടി നിന്നപ്പോഴാ നീ എനിക്ക് 5 ലക്ഷം രൂപ തന്ന് സഹായിച്ചത്. ആ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ശ്യാമേ. ഈ സ്നേഹം കാണിക്കുന്ന എന്തിനാ? വീണ്ടും ക്യാഷ് ചോദിക്കാനാണോ? ഈ ശ്യാമയുടെ ഒരു ബുദ്ധിയെ, ഒരാളുടെ മനസ്സ് വായിക്കാനും ശ്യാമയ്ക്ക് അറിയോ? അത്ഭുതമായിരിക്കുന്നു. ശ്യാമേ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു 50 ലക്ഷം രൂപ വേണം. 50 ലക്ഷം എന്ന് പറഞ്ഞാൽ നിനക്കിപ്പോ അത് നിസ്സാര തുകയാണെന്ന് എനിക്കറിയാം. ആ, ഇത് കടമായിട്ടാ. എന്നാണെങ്കിലും ഞാനിത് തിരിച്ചു തരും. ഉറപ്പായിട്ടും തിരിച്ചു തരും. വേഗം ഒരു 50 ലക്ഷം രൂപ വേണം ശ്യാമേ. നീ എനിക്ക് 50 ലക്ഷം രൂപ തന്നാ ശ്യാമ പറയുന്ന എന്തും ഞാൻ കേൾക്കും. ഞാൻ വാക്ക് പറഞ്ഞ വാക്കാ. ഇനി ശ്യാമ മരിക്കാൻ പറഞ്ഞ ആ നിമിഷം ഞാൻ മരിക്കും. ഉറപ്പാണോ? അല്ല, മരിക്കുന്ന ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞതാ. മരിക്കുന്നതൊഴിച്ച് എന്തും ഞാൻ കേൾക്കും. എന്നാ ഞാൻ 50 ലക്ഷം രൂപ തരുന്നുണ്ട്. സത്യമാണോ ശ്യാമ ഈ പറയുന്നേ? അതെ, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്താ? കേക്കട്ടെ ശ്യാമേ. അരുണേട്ടനും ഐശ്വര്യയുടെയും തമ്മിലുള്ള ഡിവോഴ്സ് പെറ്റീഷനിൽ എടുത്ത് സൈൻ ചെയ്യണം. അതിനേക്കാളും ശ്യാമ മുമ്പേ പറഞ്ഞത് തന്നെ നല്ലത്. ഞാൻ മരിക്കാം. ശരി, എന്നാ ഐശ്വര്യയുടെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ 50 ലക്ഷം രൂപ തരണമെങ്കിൽ ഞാൻ പറഞ്ഞ കണ്ടീഷൻ ഐശ്വര്യയുടെ സമ്മതിക്കണം. അത് പറ്റില്ല. എന്നാ പിന്നെ 50 ലക്ഷം രൂപയും തരില്ല. ശ്യാമേ, ശ്യാമേ നിക്ക്. ശ്യാമേ, രൂപ എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമാ. ഈ ഒരു കാര്യം ഒഴിച്ച് വേറെ എന്തും പറഞ്ഞോ, ഞാനതനുസരിക്കാം. എന്റെ പൊന്ന് ശ്യാമയല്ലേ, പറയുന്നത് കേൾക്ക് ശ്യാമേ, പ്ലീസ്. എന്റെ കണ്ടീഷനിൽ ഒരു മാറ്റവും ഇല്ല ഐശ്വര്യത്തെ. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടുന്ന ആ നിമിഷം 50 ലക്ഷം രൂപ ഞാൻ തന്നിരിക്കും. അപ്പോ വേറെ നിവൃത്തിയൊന്നുമില്ല? ഇല്ല, ഇതെന്റെ ഉറച്ച തീരുമാനം. എന്നാ ഞാൻ ഒപ്പിടാം. പക്ഷേ എനിക്ക് ഒരു കണ്ടീഷനുണ്ട്. പറയ്, കേക്കട്ടെ. എനിക്ക് 50 ലക്ഷം രൂപ പോരാ, ഒരു 75 ലക്ഷം രൂപ വേണം. അത് പറ്റില്ല ശ്യാമേ, ഇതെന്റെ ജീവിതം വെച്ചുള്ള കളിയാ. ഞാൻ ഡിവോഴ്സായി പോയാ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും ശ്യാമേ? ഞാനും ഒരു പെണ്ണല്ലേ, എനിക്കും ആവശ്യങ്ങളൊക്കെ ഇല്ലേ? 75 ലക്ഷം രൂപ ശ്യാമ എനിക്ക് തന്ന ഉറപ്പാണ് ഞാൻ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാം.